നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലത്തെ മാർക്കറ്റിന്റെ ഒരു അനാലിസിസ് ആണ്. പിന്നെ ഇന്നലത്തെ മാർക്കറ്റിൽ നമുക്ക് ഓർഡർ ഫ്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയ സെറ്റപ്സിനെ പറ്റി ഒന്ന് പറയാനും കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലത്തെ ദിവസം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. നമ്മളൊരു ഇവന്റ് ബേസ്ഡ് ട്രേഡിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ടെക്നിക്കൽസ് ഒന്നും തന്നെ വർക്കാവുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ബീഹാർ ഇലക്ഷൻ കാരണം. നമുക്കതിന്റെ റിസൾട്ട് പ്രിഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും മാർക്കറ്റ് അതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയണ്ടായിരുന്നില്ല. എനിക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഈ ഇവന്റ് ബേസ്ഡ് ട്രേഡിംഗിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും, ടെക്നിക്കൽസ് എല്ലാം റെസ്പെക്ട് ചെയ്യുമോ, എസ്പെഷ്യലി ഓർഡർ ഫ്ലോ. എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ രാവിലത്തെ സെഷനിൽ തന്നെ എൻ്റെ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഞാൻ ആകെ 2 ട്രേഡാണ് എടുത്തത്. ഈ ലാസ്റ്റ് വന്ന ബിഗ് മൂവ്മെന്റിന്റെ സമയത്ത് ഞാൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഞാൻ ചാർട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. എൻഡ് ഓഫ് ദി ഡേ ഞാൻ എന്നും റിവ്യൂ ചെയ്യുന്ന പോലെ തലേ ദിവസത്തെ മാർക്കറ്റ് റിവ്യൂ ചെയ്യുമ്പോഴാണ് ഒരു സെറ്റപ്പ് ഫോം ചെയ്ത് വന്നതും അത് ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ലൈക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 1:30 തോന്നുന്നു ഒരു ബിഗ് ഫാള് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു 1:30 ആകുമ്പോഴത്തേക്കും ആണ് നമുക്കൊരു ബിഗ് ഫാൾ വന്നത്. നമ്മുടെ അതുവരെ വിവാപ്പിന്റെ മേളിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് ഒരു സൈഡ് വേസ്, നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഒരു സൈഡ് വേസ് ട്രെൻഡിൽ ഉണ്ടായിരുന്ന മാർക്കറ്റ് പെട്ടെന്നൊരു ഫാൾ ആയിരുന്നു അടിയിലോട്ട്. ഈ ഫോള് ക്യാപ്ചർ ചെയ്യാൻ വേറൊരു സെറ്റപ്പാണ്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഈ ഫോള് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു. പക്ഷേ അതിലും ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു ഈ റിവേഴ്സൽ. നമ്മുടെ ഓർഡർ ഫ്ലോ യൂസ് ചെയ്തിട്ട് ഉള്ള ബേസിക് കൺസെപ്റ്റായ അബ്സോർപ്ഷൻ ആൻഡ് റിവേഴ്സൽ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ സെറ്റപ്പ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും എളുപ്പമായത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അബ്സോർപ്ഷനെ പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഈ ചാനലിൽ ഇട്ട തൊട്ട് മുന്നത്തെ വീഡിയോ അത് അബ്സോർപ്ഷൻ ബേസ്ഡ് ആയിരുന്നു. സെയിം സെറ്റപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഓർഡർ ഫ്ലോ യൂസ് ചെയ്യുന്ന എല്ലാവരും ബേസിക് ആയിട്ട് പഠിക്കേണ്ട, അവർക്ക് എന്നും 1-2 ട്രേഡ് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് അബ്സോർപ്ഷൻ ആൻഡ് റിവേഴ്സൽ, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ആൻഡ് ഓപ്ഷൻ. സോ ഈ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഈ സെറ്റപ്പിലോട്ട് പോവാം. നമ്മൾ ഡ്യൂറിംഗ് ദ മാർക്കറ്റ് നമ്മളുടെ ഒരു കീ ഏരിയാസ് എല്ലാം വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു കീ ഏരിയയിൽ വന്ന സെറ്റപ്പാണ്. ഞാൻ ലൈൻസ് എല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം കൂടുതൽ ഈ വീഡിയോയിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈൻസ് എല്ലാം ഹൈഡ് ചെയ്തതാണ്. ഞാൻ വരച്ച ഒരു കീ സോണിൽ വന്ന റിയാക്ഷനാണ് ഈ 13:50 ക്യാൻഡിൽ, പിന്നെ അതുപോലെ 13:45 ക്യാൻഡിൽ. ഈ 2 ക്യാൻഡിലും ഈ 13:45 ക്യാൻഡിലാണ് നമ്മുടെ റിവേഴ്സലിന്റെ ആദ്യത്തെ ലക്ഷണം കണ്ടുതുടങ്ങിയത്. അതായത് നിങ്ങൾ നോക്കി അറിയാം, 13:40 ക്യാൻഡിലോട്ട് സെല്ലിംഗ് പ്രഷർ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. -25K ആണ് കോട്ടച്ച് വാല്യൂ. കോട്ടച്ച് വാല്യൂ -25K എന്ന് പറയുമ്പോൾ ഒരുപാട് സെല്ലേഴ്സ് പ്രൈസ് താഴോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങൾ വോളിയം നോക്കണം കേട്ടോ. ഈ ക്യാൻഡിൽ 13:40 ക്യാൻഡിൽ 78K ഉണ്ടായിരുന്ന വോളിയം തൊട്ടടുത്ത ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയി. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രൈസ് റിവേഴ്സ് ചെയ്യാണ് ചെയ്തത്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ ക്യാൻഡിലെ വിക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ എല്ലാം ഇതിന്റെ ബോട്ടത്തിലെല്ലാം ആക്റ്റീവ് ആയിരുന്ന സെല്ലേഴ്സ് മാക്സിമം പ്രൈസ് താഴോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റ് ബയറിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവർ പ്രൈസ് ഫെർദർ അടിയിൽ പോകാണ്ട് ഹോൾഡ് ചെയ്തു. ഇവിടെ നോക്കി അറിയാം, ഈ 7.7K × 0 എന്ന് പറയുമ്പോൾ എത്ര വലിയ അബ്സോർപ്ഷൻ ആണ് ഇവിടെ സംഭവിച്ചത്. അതിന് തൊട്ട് മുന്നേ ഉള്ള പ്രൈസ് 11K. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് കാരണമാണ് അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ആ ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്തത്. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുണ്ടായത്. നമ്മൾ അബ്സോർപ്ഷൻ സെറ്റപ്പിൽ നമ്മുടെ ഒരു കൺസർവേറ്റീവ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അബ്സോർപ്ഷൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൽ ബയേഴ്സ് തിരിച്ച് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സെറ്റപ്പ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ക്യാൻഡിൽ 13:55 ക്യാൻഡിലാണ്. അതായത് 13:55 ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ബയേഴ്സ് കൂടുതലായിട്ട് വന്നത്. നമുക്ക് അബ്സോർപ്ഷൻ കണ്ട ഉടനെ നമുക്ക് ചാടി കയറി ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാര്യം ബയേഴ്സ് വന്നില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ പോകും. കാര്യം നമ്മുടെ ബയേഴ്സിന്റെ പ്രസൻസ് ആണ് മാർക്കറ്റ് റിവേഴ്സലിന്റെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 13:50 ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? കാര്യം നമ്മൾ അബ്സോർപ്ഷൻ 13:45 ക്യാൻഡിൽ തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മൾ എന്തുകൊണ്ട് 13:45 എൻട്രി ചെയ്തില്ല? കാര്യം നമ്മൾ വെയിറ്റ് ചെയ്തു തൊട്ടടുത്ത ക്യാൻഡിൽ ബയേഴ്സ് വരുന്നുണ്ടോ. അപ്പോൾ 13:50 ക്യാൻഡിൽ വന്നു. പക്ഷേ അത് നമുക്ക് ഫേവറബിൾ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്ന ആ ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇനി വെയിറ്റ് ചെയ്തു. നമ്മൾ താഴോട്ടുള്ള എൻട്രിയിലെ നോക്കുന്നത്. കാര്യം നമ്മൾ അബ്സോർപ്ഷൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി നോക്കേണ്ടത് റിവേഴ്സൽ എൻട്രി ആണ്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ മടിയിലോട്ട് പോകാം. അത് പോയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ഡയറക്ഷനിൽ വരുന്ന കൺഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു. 13:55 ക്യാൻഡിൽ നമുക്ക് എല്ലാം കൊണ്ടും ഫേവറബിൾ ആയ ഒരു ക്യാൻഡിലായിരുന്നു. ഈ ക്യാൻഡിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാക്ട് ഇംബാലൻസ് ഉണ്ടായിരുന്നു, ഗുഡ് ഫോർ അസ്. പിന്നെ മേളിൽ വരുമ്പോഴത്തേക്കും കൂടുതൽ റോസ് ആയിട്ട് കാണും, നമ്മൾ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആണ്. ദാറ്റ് മീൻസ് ബയേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട് പ്രൈസ് മേളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോക്കറ്റ് പൊസിഷനിൽ സെല്ലേഴ്സ് ട്രാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ പോക്കറ്റ് പൊസിഷനിലാണ്. പിന്നെ നമുക്ക് ഈ ഇംബാലൻസ് കണ്ടാൽ ഇംബാലൻസ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെങ്കിലും പ്രൈസ് അങ്ങോട്ട് റീട്രേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലാം വെക്കുമ്പോൾ ഈ നമ്മൾ ഇംബാലൻസ് കണ്ടാൽ ഇംബാലൻസിന്റെ ഒരു 1-2 ടിക്ക് അടിയിൽ വെക്കുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ക്യാൻഡിലിന്റെ അവസാനത്തെ ഈ ഒരു ടിക്ക് ഇവിടെ വെക്കുകയായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡിൽ എൻട്രി ആയിരുന്നെങ്കിൽ ഞാൻ ഫ്യൂച്ചർ ചാർട്ടിന്റെ ബേസിലാണ് പറയുന്നത്, ഓപ്ഷൻ ചാർട്ടിന്റെ പ്രീമിയത്തിന്റെ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഒന്നും ഹിറ്റ് ആയിട്ടില്ല. നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഫോൾ ഈ റീട്രേസ്മെന്റ് ഫുള്ള് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഇതൊരു നല്ലൊരു ട്രേഡ് ആയിരുന്നു നമുക്ക്. അപ്പോൾ ഈ ഒരു മനോഹരമായ ട്രേഡ് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല.
അപ്പോൾ അബ്സോർപ്ഷൻ സെറ്റപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ എൻട്രി കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല ട്രേഡ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഓർഡർ ഫ്ലോ കൊണ്ട് നമുക്ക് എത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ അബ്സോർപ്ഷൻ സെറ്റപ്പ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ മാർക്കറ്റിൽ ഇതുപോലെ അബ്സോർപ്ഷൻ സെറ്റപ്പ് കാണുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു.